ഒരു വൈകുന്നേരം നമ്മുടെ നായകൻ്റെ പേരാണ് ജീഹുൻ. അയാളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ശക്തമായി മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതേസമയം ഒരു ചെറിയ കുടയുമായി മിൻസോ എന്ന യുവതി, മിൻസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നായികയാണ്, അവിടെ എത്തുകയാണ്. അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, ഈ കുടയിൽ 2 പേർക്ക് കയറാം, വരൂ നിങ്ങൾ എൻ്റെ കുടയിലേക്ക് കയറിക്കോളൂ എന്നൊക്കെ. ആദ്യം നമ്മുടെ നായകൻ ആ കുടയിലേക്ക് കയറാൻ നല്ല മടിയായിരുന്നു. പിന്നീട് അവൻ ആ കുടയിലേക്ക് കയറാൻ സമ്മതിക്കായിരുന്നു. ആ മഴയാണ് അവരുടെ ജീവിതത്തിൽ മാറ്റിമറിച്ച ആദ്യത്തെ കണ്ടുമുട്ടൽ. അപ്പോൾ അവിടെ വെച്ചാണ് അവരുടെ പ്രണയവും തുടങ്ങുന്നത്. അടുത്ത ദിവസങ്ങളിലും അവർ അതേ ബസ് സ്റ്റോപ്പിൽ തന്നെ കണ്ടുമുട്ടാൻ തുടങ്ങുന്നു. ഒരുമിച്ച് കാപ്പിയൊക്കെ കുടിക്കുന്നു. പിന്നെ പാർക്കിലൂടെയൊക്കെ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട്. ജീഹുൻ തൻ്റെ സ്വപ്നം പറയുകയാണ് നായികയോട്. ഒരു ദിവസം എൻ്റെ സ്വന്തം ബേക്കറി തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മിൻസോ ആണെങ്കിൽ ചിരിക്കുകയാണ്. മിൻസോ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകം മുഴുവനും കാണണം. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ സൗഹൃദം മനോഹരമായ ഒരു പ്രണയമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം മിൻസോ ബസ് സ്റ്റോപ്പിൽ വന്നില്ലായിരുന്നു. അടുത്ത ദിവസം അവർ എത്തിയപ്പോൾ വളരെ ക്ഷീണിതയായി തന്നെയാണ് എത്തിയിരുന്നത്. അപ്പോൾ ജീഹുൻ ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ കുറേ ആയല്ലോ ബസ് സ്റ്റോപ്പിൽ, എന്താണ് നീ വരാഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം കുറച്ചു നേരം നിശബ്ദമായൊക്കെ നിന്നെങ്കിലും അവൾ പിന്നെ പറയുകയാണ്, എനിക്ക് ഗുരുതരമായ ഹൃദ്രോഗമുണ്ടെന്നും അധികകാലം ജീവിക്കാനൊന്നും ആകില്ലെന്നാണ് ഡോക്ടർ പറയുന്നതെന്നൊക്കെയാണ് മിൻസോ ജൂൺഹോയോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീഹുണിൻ്റെ കണ്ണുകൾ നിറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ഓരോ ദിവസവും സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ ചെറിയ ബ്ലോസം മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ നടക്കുന്നു. പിന്നെ സൂര്യോദയം ഒരുമിച്ച് കാണുന്നു. ഒരു ദിവസം ജീഹുൺ അവളുടെ കൈ പിടിച്ച് പറയുകയാണ്, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പം നമ്മുടെ മിൻസോയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറയുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം മഴയുള്ള ഒരു വൈകുന്നേരം ജീഹുൺ പതിവ് പോലെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂറായിട്ട് മിൻസോയെ കാണുന്നതേ ഇല്ലായിരുന്നു. അല്പസമയത്തിന് ശേഷം ഒരു ചെറിയ പെട്ടി അവന് ലഭിക്കുകയാണ്. അതിൽ അവർ ആദ്യമായി പങ്കിട്ട ചെറിയ കുടയും ഒരു കത്തും. കത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ചതിന് നന്ദി. ഞാനില്ലെങ്കിലും മഴ പെയ്യുമ്പോഴെല്ലാം നീ എന്നെ ഓർക്കും. ആ ഒരു ലെറ്റർ വായിച്ചപ്പോൾ ജീഹുണിന് കരച്ചിലാണ് വന്നത്. നല്ല രീതിയിൽ ജീഹുൺ കരയുകയാണ് ചെയ്യുന്നത്. 1 വർഷത്തിന് ശേഷം ജീഹുണിൻ്റെ സ്വപ്നമായ ബേക്കറി തുറക്കുകയാണ്. കടയുടെ ഒരു കോണിൽ ആ പഴയ ചെറിയ കുടയും തൂക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് അവിടെ വന്ന് ചോദിക്കുകയാണ്, ചേട്ടാ ഈ പഴയ കുട എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ജീഹുൺ മറുപടി പറയുകയാണ് ചിരിച്ചുകൊണ്ട്, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവൂ, പക്ഷേ അവർ സമ്മാനിക്കുന്ന ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള മലയാള കഥകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.